സ്മരിച്ചുകൊണ്ട് മണ്ഡുക്യോപനിഷത്ത്. ഓമിത്യക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ഛാന്യത്രകാലാതീതം തദപ്യോംകാര ഏവ. ഇതിന് രണ്ടിനും സ്വതന്ത്രമായി നിൽക്കാൻ കഴിയില്ല. അറിവിനും കഴിയില്ല, വിഷയത്തിനും കഴിയത്തില്ല. പരസ്പരം അപേക്ഷിച്ചേ നിൽക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് അറിവാണ്, ഇത് വിഷയമാണ് എന്നിങ്ങനെ രണ്ടിനെയും വേർതിരിക്കാൻ കഴിയില്ല എന്നാ പറയുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ട് ആത്മാനാത്മവിവേകം. ആത്യന്തികമായി അത്തരം വിവേകമൊന്നും സാധ്യമല്ല. അങ്ങനെ വിവേചിക്കാൻ രണ്ടില്ല. ഇതാത്മാവാണ്, ഇതാത്മാവാണ് എന്ന് നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കണമെന്നല്ല ആണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊന്നും പൂർണ്ണമായി ശരിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആത്മാവിൽ നിന്ന് വേർതിരിക്കാൻ ഒരു അനാത്മാവില്ല. അദ്വൈതത്തിൽ എങ്ങനെ വരും? ഒരാത്മാവ്, അതിൽ നിന്ന് വേർതിരിക്കാൻ ഒരു അനാത്മാവ്, അല്ലെങ്കിൽ അനാത്മാവിൽ നിന്ന് വേർതിരിയുന്ന ഒരാത്മാവ്, അങ്ങനെ ഒന്നുമില്ല. അതാണ് ഇവിടെ വേറെ തരത്തിൽ പറയുന്നത് ചിത്തവും ചൈത്യവും, അറിവും വിഷയവും. അത് കൊണ്ടിവിടെ പറയുന്നത് എന്താണ്? ഇത് അന്യോന്യ ദൃശ്യങ്ങളാണ്. ചിത്തത്തോട് ചേർന്ന് വിഷയം നമുക്ക് അനുഭവപ്പെടുന്നു. ആ വിഷയത്തിൽ നിന്ന് വേർപെടാതെ ചിത്തം അനുഭവപ്പെടുന്നു. അതാണ് അന്യോന്യ ദൃശ്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ കരുതുന്നു എന്താണ്? ഒരു ജീവൻ, ആ ജീവന്റെ ചിത്തം എന്നെല്ലാം കരുതുന്നു. പറയുന്നു അവിടെ സ്വപ്നത്തിൽ ഹസ്തി ഹസ്തി ചിത്തം ആ വിദ്യതേ. സ്വപ്നത്തിൽ അതൊന്നുമില്ലല്ലോ. തഥൈഹാവി വിവേകിന. സൂക്ഷ്മമായി ഗ്രഹിക്കുന്നവർ അതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ? കഥം അടുത്ത് പറയുന്നു. ലക്ഷണാശൂന്യം ലക്ഷ്യതേ അനേതി ലക്ഷണ പ്രമാണം. പ്രമാണശൂന്യം ഉഭയം ചിത്തം ചൈത്യം ദ്വയം യതഃ. ഇതിങ്ങനെ രണ്ട് പിരിവായിട്ട് നിൽക്കുന്നു. ചിത്തം വേറെ, ചൈത്യം വേറെ, അറിവ് വേറെ, വിഷയം വേറെ. രണ്ടായിങ്ങനെ മാറി നിൽക്കുന്ന രണ്ടാണ്, രണ്ട് ദ്വൈതങ്ങളാണ് എന്നുള്ളതിന് പ്രമാണമൊന്നുമില്ല. അത് നമുക്ക് യഥാർത്ഥമായി അറിയുന്നതിന് ഉപായമൊന്നുമില്ല. അത് ബോധ്യപ്പെടുന്നതിനൊരറിവില്ല, പ്രമാണജ്ഞാനമില്ല എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഈ പ്രമാണങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രമാണമെന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ നമുക്ക് ശരിയായ അറിവിനുണ്ടാക്കി തരുന്നത്, അതാണ് പ്രമാണം. പ്രമാണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല ഈ ദ്വൈതജ്ഞാനത്തിനാണ്.
അവിടെയാണ് പ്രമാണങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്. അദ്വൈതത്തിൽ പ്രമാണം പ്രവർത്തിക്കത്തില്ല. ഉഭയം, ഇവിടെ പറയുന്ന ചിത്തവും ചൈത്യവും അത് ഏകമാണെങ്കിൽ അത് അദ്വൈതമായി, അത് ലക്ഷണാശൂന്യമാണ്. അതിൽ പ്രമാണത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അത് മാത്രമാണെങ്കിൽ അതിൽ പ്രവർത്തിക്കാൻ മറ്റൊന്നില്ല, രണ്ടാമതൊന്നില്ല. അതുകൊണ്ടാണിത് പ്രമേയമല്ല എന്ന് പറയുന്നത്. മറ്റ് വിഷയങ്ങളെ അറിയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ ചെന്ന് കണ്ടെത്താവുന്ന ഒന്നല്ല. പറഞ്ഞു ലക്ഷണാശൂന്യം ഉഭയം. എന്നിരിക്കണം ഇവിടെ നമുക്ക് അനുഭവം ഉണ്ടല്ലോ. വിഷയങ്ങൾ വേറെ വേറെയാണ്, വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വേറെ വേറെയാണ്, ഇത് പരസ്പരം ഭിന്നങ്ങളാണ് എന്നൊക്കെ നമുക്കറിവുണ്ട്. അതാണ് നമ്മുടെ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ. ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? അതിനാണ് അടുത്ത് പറയുന്നത് തന്മതേനൈവ ഗൃഹ്യത്തെ. യതഃ തന്മതേനൈവ തച്ചിത്തതയാ ഏവ ഗൃഹ്യത്തെ. തച്ചിത്തതയാ, തയോഹോ ചിത്തതയാ, ഈ രണ്ടെണ്ണം ഏതാണ്? അറിവും വിഷയവും. വാസ്തവത്തിൽ നമ്മൾ ധരിക്കുന്നത് പോലെ ഈ അറിവ് വിഷയത്തെ പ്രകാശിപ്പിക്കുകയോ വിഷയത്തെ ആശ്രയിച്ച് അറിവ് പ്രകാശിക്കുകയോ അല്ല ചെയ്യുന്നു. അത് നമ്മുടെ ധാരണയ്ക്ക് വന്നിട്ടുള്ള ഒരു പെശകാണ്, നമുക്ക് മാറ്റാൻ കഴിയാത്തൊരു പെശക്. നമ്മൾ എങ്ങനെയാണ് ധരിക്കുന്നത്? നമ്മളെ ഈ അറിവ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. അല്ലെങ്കിൽ വേറെ രീതി പറയാം, എന്താണ്? ആ വിഷയത്തെ ആശ്രയിച്ച് അറിവ് പ്രകാശിക്കുന്നത്. രണ്ട് ശരിയല്ല. ഞാനെന്താണ് ധരിക്കുന്നത്? ഇത് പുസ്തകമാണ് എന്നുള്ളൊരറിവ് എനിക്കിപ്പോൾ. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് എന്താ മനസ്സിലാകുന്നത്? ആ അറിവ് ഈ പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്നു എന്നാണ്. നമ്മുടെ സാധാരണ അനുഭവം അങ്ങനെയാണ്. അങ്ങനെ അനുഭവം അല്ലെന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? തന്മതം. ഇതിനൊരു മതിയുണ്ട്. ഈ പ്രതിഭാസം എന്താണ്? ചിത്തചൈത്യം എന്ന് പറയുന്ന ഈ പ്രതിഭാസം നിരന്തരം ഇതിനെ രണ്ടിനെയും കൂടി പ്രകാശിപ്പിക്കുന്ന ഒരു അറിവുണ്ട്. ആ അറിവിലാണ് ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒന്ന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുകയല്ല. അത് സാധ്യമല്ല. കാരണം ഇത് പരസ്പര സാപേക്ഷമാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിനെ നമുക്ക് വേർതിരിക്കാൻ വയ്യ. അതിന് കാരണം നേരത്തെ പറഞ്ഞെന്താണ്? അടുത്തും പറയും, ഇത് ചിത്തസ്പന്ദനമാണ്. ഒരേ ചിത്തത്തിന്റെ സ്പന്ദനമാണ്. ഒരേ ചിത്തം തന്നെയാണ് അറിവായും വിഷയമായും ഇരിക്കുന്നത്. അത് നമ്മൾ ധരിച്ചിരിക്കുന്ന അർത്ഥത്തിലല്ല. നമ്മൾ പറയും സാറിന് എന്താണ്? ഇതെല്ലാം എന്റെ സങ്കല്പമാണ്, എന്റെ സങ്കല്പങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ആ അർത്ഥത്തിൽ തന്നെ പറയുന്നു. നമ്മൾ സങ്കല്പിക്കുന്നതെല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. സാധാരണഗതിയിൽ നമ്മൾ സങ്കല്പിക്കുന്നതൊന്നും ഉണ്ടാകാറില്ല. നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് ഇവിടെ ഒരു വസ്തുവിന്റെയും സൃഷ്ടിത്തിൽ നാശങ്ങളൊന്നും സംഭവിക്കത്തില്ല. സംഭവിക്കും ഇന്ദ്രജാലക്കാരന്റെ സങ്കല്പം. ഇന്ദ്രജാലക്കാരൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രജാലമായി ചിലതൊക്കെ സംഭവിക്കും. പക്ഷെ സാധാരണ ജീവന്മാരെ സംബന്ധിച്ച് അങ്ങനെ സങ്കല്പിച്ചൊന്നും സൃഷ്ടിക്കാനും നശിപ്പിക്കാനും ഒന്നും സാധ്യമല്ല. എന്തുകൊണ്ടാണ്? ആ സങ്കല്പത്തിന്റെ ഓരോ സങ്കല്പത്തിന്റെയും വിഷയങ്ങളും സങ്കല്പവുമായി വേർപിരിക്കാൻ വയ്യ.
എന്നുവെച്ചാൽ സങ്കല്പത്തിലൂടെ നമുക്ക് വിഷയത്തെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. വേർതിരിച്ചാൽ അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും. നമ്മളെപ്പോഴും സൃഷ്ടിക്കുന്ന എന്താണ്? നമ്മളിൽ നിന്ന് വേറെയുള്ള വസ്തുക്കളെ സൃഷ്ടിക്കുന്നു. അതേ നമുക്ക് സാധ്യമാവും. നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിക്കാൻ വയ്യ. എന്തിന്? നമ്മുടെ ഒരു ഭാഗത്തെ പോലും നമുക്ക് സൃഷ്ടിക്കാൻ വയ്യ. അതുകൊണ്ട് സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കാൻ വയ്യ. എന്നാലും നമ്മളിതിന് ഒരു വിഷയീഭാവത്തെ കൽപ്പിക്കുന്നു. പുസ്തകം വിഷയമാണ്, പുസ്തകത്തെ അറിയുന്ന അറിവ് വിഷയിയാണ് എന്ന് കൽപ്പിക്കുന്നു. വാസ്തവത്തിലുള്ള വിഷയം അതല്ലെന്നാ പറയുന്നു. എന്തുകൊണ്ടല്ല? കാരണം പുസ്തകത്തെ അറിഞ്ഞിട്ട് അടുത്ത ഉടനെ പേനയെ അറിയുന്നു, മേശയെ അറിയുന്നു. ഇവിടെ വിഷയങ്ങളും വിഷയും മാറി മാറിപ്പോകും. അതിനൊരു സ്ഥായിത്വമില്ല. അറിവും മാറുന്നു, അറിവിന്റെ വിഷയങ്ങളും മാറുന്നു. സ്വയം സ്വതന്ത്രമായി ഇതിന് നിലനിൽക്കാൻ പറ്റുന്നില്ല. സൃഷ്ടിക്കൊരു സ്വാതന്ത്ര്യം വേണം. നമുക്ക് മറ്റൊന്നിനെ സൃഷ്ടിക്കണമെങ്കിൽ ആ സൃഷ്ടിക്കുന്നതിന്റെ സ്വാതന്ത്ര്യം നമുക്ക് വേണം. അല്ലാതെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ചിത്തത്തിന് ഇതെപ്പോഴും സാപേക്ഷമായിരിക്കുന്നുണ്ട്. ഇതിന് സൃഷ്ടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമില്ല. ഇതെപ്പോഴാണ് സൃഷ്ടിക്കുന്നത്? കാരണം ഇത് സ്വയം തന്നെ ഇതിനൊരു ക്ഷണം നിലനിൽക്കാൻ വയ്യ. അടുത്ത ക്ഷണം അത് മാറിപ്പോകും. ഈ ക്ഷണത്തിലെ ജ്ഞാനമല്ല അടുത്ത ക്ഷണം, ഈ ക്ഷണത്തിലെ വിഷയമല്ല അടുത്ത ക്ഷണം. അങ്ങനെ സ്വയം ക്ഷണികമായിരിക്കുന്ന സ്വതന്ത്രമല്ലാത്ത ഒന്നിനും ഇതിനെയൊന്നും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇത് പരസ്പര സാപേക്ഷമായി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ബൗദ്ധന്മാരും മറ്റും ക്ഷണിക വിജ്ഞാനം എന്ന് പറയുന്നത്. ക്ഷണിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ബൗദ്ധന്മാർ അവരുടെ സിദ്ധാന്തം ആവിഷ്കരിക്കുമ്പോൾ അതിനും വരുന്ന ഏറ്റവും വലിയൊരു സമാധാനം പറയാൻ കഴിയാത്ത വരുന്ന ഒരു കാര്യം ഇതാണ്: എങ്ങനെ ഈ ക്ഷണികമായ വിജ്ഞാനത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കും? അവർക്ക് യുക്തിയുക്തമായൊരു മറുപടി പറയാൻ കഴിയുന്നില്ല. ഒരു ക്ഷണത്തിൽ തന്നെ സർവവും അവസാനിക്കുകയാണെങ്കിൽ അതിന് സൃഷ്ടിക്ഷണ എവിടെ, സ്ഥിതിക്ഷണ എവിടെ, നാശക്ഷണ എവിടെ? അത് സംഭവിക്കത്തില്ല. അത് സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ക്ഷണിക വിജ്ഞാനവാദികൾക്കും പറയേണ്ടി വരും. അത് സംഭവിക്കാൻ വഴിയില്ല. അപ്പോൾ അജാതവാദത്തിലെത്തിച്ചേരും. അവിടെയും പറയുന്നത് എന്താണ്? അത് പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. സൃഷ്ടിസ്ഥിതി നാശങ്ങൾ സംഭവിക്കുന്നില്ല. പിന്നെ ഈ നടന്നുകൊണ്ടിരിക്കുന്നതോ? ഇതിനെന്താ വിശദീകരണം? ഇവിടെ അറിവും വിഷയങ്ങളും ഉണ്ട്. ചിലർ പറയുന്നു അറിവ് വിഷയങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെയല്ല, മറിച്ച് വിഷയങ്ങളെ ആശ്രയിച്ച് അറിവ് പ്രകാശിക്കുന്നു. എന്നെല്ലാം പറയുന്നു. പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ഒരു വസ്തുവിനെ കാണും. ആ വസ്തുവിനെ നമ്മൾ കാണണമെങ്കിൽ ആ വസ്തുവിൽ പ്രകാശം ഉണ്ടായിരിക്കണം. എന്നാലും നമുക്ക് കാണാൻ പറ്റും. വസ്തുവിൽ പ്രകാശമുണ്ടെങ്കിൽ നമുക്ക് വസ്തുവിനെ കാണാൻ പറ്റത്തില്ല. എന്റെ കണ്ണിൽ പ്രകാശമുണ്ട്, പക്ഷെ വസ്തുവിൽ പ്രകാശമില്ല, കാണാൻ കഴിയത്തില്ല. വസ്തുവിൽ പ്രകാശം ഉണ്ടായാലേ കാണാൻ പറ്റും. നമുക്ക് പറയാം എന്താണ്? പ്രകാശത്തെ ആശ്രയിച്ചാണ് ആ വസ്തുവിന്റെ ജ്ഞാനം നമുക്കുണ്ടായത് എന്ന് പറയും. പക്ഷേ ആ വസ്തുവിലുള്ള ആ പ്രകാശത്തിന് മാത്രമേ ആ വസ്തുവിന്റെ ജ്ഞാനം നമുക്ക് ഉണ്ടാക്കിത്തരാൻ കഴിയുന്നു.
അതുകൊണ്ട് തിരിച്ചും പറയാം എന്താണ്, വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്ന പ്രകാശം, അതാണ് വസ്തുവിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കിയത്. അവിടെ ഒരു പരസ്പര സാപേക്ഷം വരുന്നത് പോലെ ഇവിടെ പറയുന്നു ജ്ഞാനത്തിലും വിഷയത്തിലും ഒരു സാപേക്ഷതയുണ്ട്. അതുകൊണ്ട് എവിടെയാണോ അന്യോന്യാശ്രയം വരുന്നത്, അന്യോന്യാശ്രയം വരുന്നിടത്ത് ഒരു കാര്യം നടക്കത്തില്ല, ഒരു ദോഷമാണ്. ഏതുപോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഭൂമിയിൽ നിൽക്കുകയാണ്, രണ്ടുപേരും അവരുടെ കാലുറപ്പിച്ച് ഭൂമി നിൽക്കുകയാണ്. നിന്നിട്ട് രണ്ടുപേരും ഒരേ സമയം പരസ്പരം തോളി കയറാൻ ശ്രമിക്കുകയാണ്. ഇതാണ് അന്യോന്യാശ്രയം എന്ന് പറയുന്നത്. അവര് രണ്ടുപേരും ഒരേ സമയം ഭൂമിയിൽ നിൽക്കണം, ഒരേ സമയം രണ്ടുപേരും പരസ്പരം തോളിൽ നിൽക്കുകയും വേണം, തോളി കയറുകയും വേണം. അത് നടക്കത്തില്ല. ഒരാൾക്ക് സാധിക്കുമ്പോൾ മറ്റേയാളിന് സാധിക്കത്തില്ല. ഫലത്തിനെന്തോരും ആ കാര്യം നടക്കത്തില്ല. ലോകാവസാനം വരെ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നാലും ഒരേ സമയം രണ്ടുപേരും പരസ്പരം തോളിലിരിക്കത്തില്ല. ഇതാണ് അന്യോന്യാശ്രയം. അന്യോന്യാശ്രയമാണ് കാര്യമാണ് ന പ്രകല്പ്യന്തേ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അന്യോന്യാശ്രയ ദോഷം കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നടക്കത്തില്ല. ഇവിടെ ജ്ഞാനവും വിഷയവും പരസ്പര ആശ്രിതമാണെന്ന് വന്നു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് വിഷയം പ്രകാശിക്കത്തില്ല, വിഷയത്തെ ആശ്രയിച്ച് ജ്ഞാനവും നിലനിൽക്കത്തില്ല. ഈ പറയുന്ന രണ്ടും അസംബന്ധമാണ്. എന്താണ്? ഭൗതിക കാഴ്ചപ്പാടും ആത്മീയ കാഴ്ചപ്പാടും. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഭൗതികമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വിഷയത്തെ ആശ്രയിച്ച് ജ്ഞാനം പ്രകാശിക്കുന്നു. ആത്മീയവാദികൾ പറയുന്നത് എന്താണ്? ജ്ഞാനത്തെ ആശ്രയിച്ച് വിഷയം നിലനിൽക്കുന്നു. ഇത് രണ്ട് ശരിയല്ല. പിന്നെ ഏതാണ് ശരി? തന്മതേനൈവ ഗൃഹ്യത്തെ തച്ചിത്തതയാ. ഇവിടെ മതി എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിനെ രണ്ടിനെയും പ്രകാശിപ്പിക്കുന്ന ഒന്നുണ്ട്, അതിലിത് പ്രകാശിക്കുകയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഈ മാറുന്ന അറിവും അറിവ് വിഷയമാക്കുന്ന ഈ മാറുന്ന വിഷയങ്ങളും ഇത് രണ്ടും നിസ്സഹായരാണ്. ഇത് ലക്ഷണാശൂന്യമാണ്, ഉഭയം. അതാണ് മുമ്പ് പറഞ്ഞത്. ഇത് അനിർവചനീയമാണ്. അതുകൊണ്ടാണ് അതിനെ മായ, ആവിദ്യകം എന്നെല്ലാം പറയുന്നത്. മായ എന്നെല്ലാം പറയുന്നത് ഒരിക്കലും സാധാരണഗതി നമുക്ക് ധരിക്കാമെന്നുള്ള ഒരർത്ഥമോ അതിന്നുവരെ നമ്മൾ ധരിച്ച അർത്ഥമോ ആയിക്കൊള്ളണമെന്നില്ല. വളരെ സൂക്ഷ്മമാണത് മായ എന്നുള്ള ശബ്ദം ഇവിടെ പ്രയോഗിക്കുന്നതിന്. ഈ പറയുന്ന കാര്യങ്ങൾ എത്ര സൂക്ഷ്മമായി ഗ്രഹിക്കേണ്ടി വരുന്നോ അത്രയും സൂക്ഷ്മമാണത്. ഇത് രണ്ടും ഇങ്ങനെ പ്രകാശിക്കുന്നത് ഇതിനൊരു ആധാരമുണ്ട്. അതാണ് തച്ചിത്തത എന്ന് പറഞ്ഞത്. അതിലിത് പ്രകാശിക്കുകയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മായ എന്ന് പറയുന്നത്. ഇതിനെ നിർവചിക്കാൻ കഴിയുന്നില്ല, ഇതിന്റെ സ്വരൂപത്തെ നിർവചിക്കാൻ കഴിയുന്നില്ല. ഇതിനെ അംഗീകരിക്കാനും കഴിയുന്നില്ല, നിഷേധിക്കാനും കഴിയുന്നില്ല. അത് അംഗീകരിക്കാൻ പോയാൽ അതിനെ സമർത്ഥിക്കാൻ കഴിയുന്നില്ല. പിന്നെ നിഷേധിക്കാൻ പോയാൽ അത് നിഷേധം ഒട്ട് പൂർണ്ണമാകത്തില്ല. അതുകൊണ്ട് പറയുന്നു, ഈ അറിവും വിഷയവും ഒരു പ്രകാശത്തിൽ നിൽക്കുകയാണ്. ഏതുപോലെ നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ പുറമേ ആ വസ്തു കൊണ്ട് ആ വസ്തുവിനെ കാണിച്ചു തരുന്ന പ്രകാശമുണ്ട്. നമ്മൾ സാധാരണ എന്താണ്, നമ്മുടെ കണ്ണ് അതുകൊണ്ട് ആ പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ ആ വസ്തുവിനെ കണ്ടു. നമുക്ക് പ്രാധാന്യമായി തോന്നുന്നത് ബാഹ്യമായ വസ്തുവും വസ്തുവിനെ കണ്ണുകൊണ്ട് കാണാൻ സഹായിച്ച
പ്രകാശമാണ്. പക്ഷെ ഇതിന് രണ്ടിനുമല്ല അവിടെ പ്രാധാന്യം. അവിടെ പ്രാധാന്യം ഇതിനാണ്, കണ്ണിനാണ്. കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണിലിരിക്കുന്ന പ്രകാശം. ആ കണ്ണിലിരിക്കുന്ന പ്രകാശം ഈ ബാഹ്യമായിരിക്കുന്ന പ്രകാശത്തെയോ അല്ലെങ്കിൽ ബാഹ്യമായിരിക്കുന്ന വസ്തുവിനെ അപേക്ഷിച്ച് നിലനിൽക്കുന്നതല്ല. കണ്ണിന്റെ പ്രകാശം എന്ന് പറയുന്നത് നമുക്ക് പറയാം, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രകാശം. അതിനാണ് ഇവിടെ ചിത്തമെന്ന് പറയുന്നത്. അപ്പോൾ വസ്തുവിനെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അവിടെ മുഖ്യമായത് എന്താണ്? ഉള്ളിൽ നിന്ന് വന്ന പ്രകാശമാണ്, ചിത്തമാണ്. അപ്പോൾ ചിത്തമാണ് വസ്തുവിനെയും ബാഹ്യമായ പ്രകാശത്തെയും പ്രകാശിപ്പിച്ചത്. അതാണ് മുഖ്യപ്രകാശം. ഇത് ബാഹ്യമായ പ്രകാശത്തിലും വസ്തുവിലും സംഭവിക്കുന്നത് പോലെ അവിടെ ഇതിന് രണ്ടിനെയുംക്കാൾ മുഖ്യമായി രണ്ടിനെയും പ്രകാശിപ്പിക്കുന്നത് ചിത്തമായിരിക്കുന്നത് പോലെ നമ്മുടെ ഈ ഉള്ളിലെ അറിവുകൾ, അതിന് ആ അറിവ് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങൾ, ഇതിന് രണ്ടിനും ആധാരമായിരിക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിലാണ് ഇത് പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ജാഗ്രത സ്വപ്നവും രണ്ടും ഒരുപോലെ മായാമയമാണ്. അതിനല്ല പ്രാധാന്യം. ബാഹ്യമായി കാണുന്ന ഈ വസ്തുവും ഈ പ്രകാശവും രണ്ടും മുഖ്യമല്ല. ഉള്ളിലെ പ്രകാശമില്ലെങ്കിൽ ഈ പുറമെ ഈ വസ്തുവും പ്രകാശവും ഇരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വിശേഷമൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ളിലെ പ്രകാശം ഉള്ളതുകൊണ്ടാണ് പുറമേയുള്ള ഈ വസ്തു അല്ലെങ്കിൽ ഈ പ്രകാശം അതിന്റെ രണ്ടിന്റെയും സത്തയെ നമ്മൾ അറിയുന്നത് കൂടി. ഉള്ളിലെ പ്രകാശമില്ലെങ്കിൽ പിന്നെ വസ്തുവും ബാഹ്യപ്രകാശവും അതിന്റെ സത്തയ്ക്ക് വരെ പ്രമാണമില്ല. ലക്ഷണ ശൂന്യമുഭയം, അതാണ് പറഞ്ഞത്. അതിന് പ്രമാണമില്ല. അതിന്റെ സത്തയെ സമർത്ഥിക്കാനൊന്നുമില്ല. നമ്മുടെ ഉള്ളിലെ അറിവില്ലെങ്കിൽ എത്ര പ്രകാശങ്ങളുണ്ടായാലും എത്ര വസ്തുക്കളുണ്ടായാലും ഒന്നിന്റെയും പ്രത്യക്ഷാനുഭവം നമുക്കുണ്ടാകത്തില്ല. കാരണം അത് ലക്ഷണാശൂന്യമാണ്. ഇത് രണ്ടും ഉള്ള പ്രകാശമാണ് അതിന് ജീവൻ കൊടുക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ സർവ്വ അറിവുകളും സർവ്വ വിഷയങ്ങളും. അതിനെ ഗ്രഹിക്കുന്ന ഒരു മതിയുണ്ട്. ആ മതിയിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തിരശ്ശീലയിൽ ചിത്രങ്ങൾ മാറുന്നത് പോലെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്ന തന്മതേനൈവ ഗ്രഹ്യത്തെ, ഇതിനെല്ലാം ഗ്രഹിക്കുന്ന ഒരു മതിയുണ്ട്. അതിലിങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ആ മതിയാണെങ്കിലും അത് മാറാത്ത മതിയാണ്. ഇതങ്ങനെയല്ല, ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അറിവും ഈ ബോധവും ജാഗ്രതത്തിലും സ്വപ്നത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് സ്ഥായിയല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, ഇത് പരസ്പര അപേക്ഷിക്കുന്നതാണ്. ഇത് സാപേക്ഷമാണ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് പറയാം, എന്താണ്? അറിവില്ലെങ്കിൽ വിഷയമില്ല. തിരിച്ചും പറയാം, എന്താണ്? വിഷയമില്ലെങ്കിൽ അറിവുമില്ല. അങ്ങനെ നമ്മൾ ധരിക്കുന്ന എന്താണ്? വിഷയമില്ലെങ്കിൽ പിന്നെ ഈ അറിവ് നിൽക്കുന്നു. വിഷയമില്ലെങ്കിൽ അറിവ് നിൽക്കത്തില്ല. പിന്നെ പറയാറുണ്ടല്ലോ, വിഷയത്തെ അപേക്ഷിക്കാതെ തന്നെ അറിവ് നിലനിൽക്കും എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. അതെവിടേക്ക് പറയുന്നു? സുഷുപ്തിയിൽ. അതാണ് ഇവിടെ പറയുന്നത് തന്മതി. എന്ത്? ഈ ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും മതി അവിടെയാണ്. ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ഒന്നുണ്ട്. അതാണ് സുഷുപ്തിയിൽ നിലനിൽക്കുന്നത്. അവിടെ രണ്ടുമില്ല. എന്താണ്? അറിവുമില്ല, വിഷയവുമില്ല. അറിവും വിഷയവും ഉണ്ടോ? അത് പരസ്പര ആശ്രിതമായിട്ട് നിലനിൽക്കും.
ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്നിൽ നിലനിൽക്കാൻ പറ്റും. അത് രണ്ടുമില്ലെങ്കിലോ പിന്നെ നിൽക്കുന്നത് തന്മതി, കേവലമായ മതി. അത് ആണ് വാസ്തവത്തിൽ ഇതിനെ പ്രകാശിപ്പിക്കുന്നത്. അല്ല ഇതിൽ ഒന്നിന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അതിനുള്ള ശേഷി ഇതിനകത്തില്ല. അപ്പൊ വാസ്തവത്തിൽ എല്ലാത്തിനെയും അറിയിക്കുന്ന അറിവിനല്ല നമ്മൾ അറിവെന്ന് ധരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന അതിനെയല്ല നമ്മൾ അറിവെന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് പല സ്ഥലത്തും അറിവ്, ചിത്തം, മനസ്സ് എന്നൊക്കെ ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നത്. നമ്മളുടെ മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനസ്സ് പ്രതിക്ഷണം, അതിനാണ് നമ്മൾ വാസ്തവത്തിൽ അറിവെന്ന് ധരിക്കുന്നത്. ഇവിടെ പറയുന്ന അതല്ല. ഇവിടെ ഒരു മതിയുണ്ട്. ആ മതിയിലെ ദൃശ്യങ്ങളാണ് ഈ അറിവും വിഷയങ്ങളുമെല്ലാം. ഇവിടുത്തെ വിഷയിയും വിഷയവും പരമാർത്ഥത്തിലുള്ള ഒരു വിഷയിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ വിഷയവും വിഷയിയും. അതുകൊണ്ട് അറിവും വിഷയവും സാപേക്ഷമാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഗ്രഹിക്കണം. എന്താണ് ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ നമ്മുടെ അനുഭവത്തിൽ തന്നെ ക്ഷണികമായി മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ്, ആ അറിവ് വിഷയമാക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം സാപേക്ഷമാണ്. ഇതൊന്നും സ്ഥായിയല്ല. എന്നാൽ ഇതിന്റെ ഒരു മതിയുണ്ട്. അതാണ് വാസ്തവത്തിലുള്ള അറിവെന്ന് പറയുന്നത്. ആ അറിവിലാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. ഇത് മാത്രമല്ല, സ്വപ്നവും ജാഗ്രതയും പ്രകാശിക്കുന്നത് അതിലാണ്. അതാണ് പ്രജ്ഞാനഘനായി സുഷുപ്തിയിലിരിക്കുന്നത്. അതിനാണ് പ്രജ്ഞാനഘനം എന്ന് പറയുന്നത്. അത് നിരപേക്ഷമാണ്. അവിടെ അറിവും വിഷയങ്ങളുമില്ല. അതുകൊണ്ടാണ് നമുക്ക് സുഷുപ്തിയിൽ ഒന്നിനെ അറിയാൻ കഴിയാതെ, സുഷുപ്തിയിൽ നമുക്കിതൊന്നും ചർച്ച ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അത് പ്രജ്ഞാനഘനമായിരിക്കുന്നത്. അതിനാണ് തന്മതേനൈവ, അതിനാൽ ഗ്രഹ്യതേ, ഇത് സർവവും ഗ്രഹിക്കപ്പെടുന്നു. ഇത് ഇവിടെ ഇങ്ങനെ വിശദീകരിച്ചത് അറിവെന്നും മറ്റും പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റു പലതരത്തിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ മായികമായ മനസ്സിന്റെ അവസ്ഥ അതല്ല ഇവിടെ പറയുന്ന അറിവ്. നമ്മളിൽ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം, അല്ലെങ്കിൽ നമ്മൾ ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന ജ്ഞാനം, ഇതെല്ലാം മായികമായ ജ്ഞാനങ്ങളാണ്. എന്തിനും ബ്രഹ്മജ്ഞാനം പോലും നമ്മൾ സൃഷ്ടിക്കുന്നത് മായികമാണ്. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ഉണ്ടായി എന്നൊരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അതും ഒരു ഭാനമാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഈ ഭാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഭാനം. അതുകൊണ്ട് അതിന് തുരീയ ഭാനം എന്ന് പറയും. അതും പരമാർത്ഥമല്ല. അതും എന്താണ്? തന്മതേനൈവ ഗ്രഹ്യതേ. അതും ആ മതി. അപ്പൊ അതിനെ നമുക്ക് പറയാം എന്താണ്? മഹാമതി എന്ന് പറയാം. അതതിനെ പ്രകാശിപ്പിക്കുന്നു. ബാക്കിയുള്ളതിനെ അല്പമതി. ഇതിന്റെ രണ്ടിനെയും വിവേചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ അത് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യമാണ്. ഇത് രണ്ടും ഒരുപോലെ ലക്ഷണാശൂന്യമാണ്, മായാമയമാണ്. ഇവിടെ എന്തെങ്കിലും അറിവുണ്ടായിട്ട് അതിൽ അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ബ്രഹ്മജ്ഞാനമായാലും ശരി, അതിലഭിമാനിക്കത്തക്കതൊന്നുമില്ല. അത് സാപേക്ഷമാണ്. ഇവിടെ ബ്രഹ്മജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഈ മായ കൊണ്ടൊരു ബ്രഹ്മത്തെ സൃഷ്ടിക്കണം. ബ്രഹ്മം എന്ന് വെച്ചാൽ ബൃഹത്തായതെന്നാണ്.
ഏറ്റവും ബൃഹത്തായ ഒരു ബ്രഹ്മത്തെ ആദ്യം സൃഷ്ടിക്കേണ്ടി വരും നമ്മുടെ കൽപ്പനയിൽ. സൃഷ്ടിച്ചിട്ട് പിന്നെ ആ സൃഷ്ടിച്ച ബ്രഹ്മത്തിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ സാധാരണ ബ്രഹ്മജ്ഞാനികളെല്ലാം അവരവർ തന്നെ സൃഷ്ടിക്കുന്ന ബ്രഹ്മത്തിന്റെ ജ്ഞാനികളാണ്. കാരണം അങ്ങനെ അത് സാധ്യമാവും. കാരണം ഇത് മായാമയമാണ്. ജാഗ്രത സ്വപ്നവും മായാമയമാണ്. ഇവിടുത്തെ ജ്ഞാനവും വിഷയങ്ങളും മായാമയമാണ്. ഇതിനെ പ്രകാശിപ്പിക്കുന്നതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിൽ പ്രകാശിക്കുന്നൊന്നും ബ്രഹ്മമല്ല. നഹി ഘടമതിം പ്രത്യാഖ്യായ ഘടോ ഗൃഹ്യത്തെ. ഇവിടെ ഏത് തരത്തിലുള്ള ജ്ഞാനത്തെ നിങ്ങൾ ആർജിച്ചാലും ശരി, എത്ര ശ്രേഷ്ഠമായ ജ്ഞാനമായാലും ശരി, അത് സാപേക്ഷമാണ്, അത് പൂർണ്ണമല്ല, പരിച്ഛിന്നമാണ്. അത് ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു. ഇവിടെ ശാസ്ത്രം എപ്പോഴും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്, ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് എല്ലാം ഇതിന് പിന്നിലുള്ള, ഇതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു മതിയെക്കുറിച്ചാണ്. നമ്മൾ മതി എന്ന് വെച്ചു കഴിഞ്ഞാൽ ചിത്ത് എന്ന് പറഞ്ഞാൽ ചിത്തെന്നോ ചിത്തമെന്നോ മതിയെന്നോ ബോധമെന്നോ അറിവെന്നോ ബ്രഹ്മമെന്നോ ആത്മാവെന്നോ പല പേരുകളിൽ പറയും. ശബ്ദം മാറുന്നതുകൊണ്ട് അർത്ഥം മാറത്തില്ല. മലയാളത്തിൽ പറയുന്ന മതിയല്ല, അതാണ് ധരിച്ചളയരുത്. മലയാളത്തിൽ മതി എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ്. ഇവിടെ പറയുന്നതല്ല. ഞാൻ മതി മതി എന്ന് പറയുമ്പോൾ ഇത് മതി, ഇവിടെ വെച്ച് നിർത്താം, സമയമായി എന്ന് ധരിച്ചളയരുതായിരുന്നു. ഇവിടെ സംസ്കൃതത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നു. മതി അങ്ങനെ അതെ. ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞാലും ചിത്തെന്ന് പറഞ്ഞാലും ചിത്തമെന്ന് പറഞ്ഞാലും എല്ലാം വേറെ അർത്ഥമില്ല. ശബ്ദത്തിലല്ല ഇവിടെ പ്രാധാന്യം, അർത്ഥത്തിനാണ്. ശബ്ദത്തെ ശ്രദ്ധിക്കാൻ പോയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും. അതുകൊണ്ട് ഇവിടെ ആചാര്യൻ കാരികയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ അർത്ഥത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ആശയത്തിന്. ശബ്ദത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കത്തില്ല. എന്തിന്? ശബ്ദത്തിന്റെ നിയമങ്ങളെ പോലും പലപ്പോഴും പാലിക്കാറില്ല. തന്റെ മനസ്സിൽ വരുന്ന ആശയത്തെ പ്രകടമാക്കാൻ ഏത് ശബ്ദവും പ്രയോഗിച്ചോളെ. തനിക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന ഏത് ശബ്ദവും പ്രയോഗിക്കും. ഇന്നത് തന്നെ അയക്കണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന ഒരർത്ഥത്തെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ശബ്ദങ്ങളെല്ലാം ചിത്തം, ചിത്ത്, മതി ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ശബ്ദത്തിനല്ല ഇവിടെ പ്രാധാന്യം, അർത്ഥത്തിനാണ്. പലപ്പോഴും അർത്ഥത്തിന് പറ്റിയ ശബ്ദം കിട്ടിയില്ലെന്ന് വരും. കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ശബ്ദം പ്രയോഗിക്കുക, അതേ ഉള്ളൂ. ആ പ്രകരണം സന്ദർഭം അനുസരിച്ച് ശ്രോതാവ് അത് ഗ്രഹിച്ചോണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ്, ഇന്ന ശബ്ദമേ പാടുള്ളൂ എന്നിവിടെ നിർബന്ധമൊന്നുമില്ല. നഹി ഘടമതിം പ്രത്യാഖ്യായ ഘടോഗൃഹ്യതി. ഇതിന്റെ പരസ്പര സാപേക്ഷതയെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ പറയുന്നു അറിവ് വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു. അത് ശരിയല്ല. അല്ലെങ്കിൽ വസ്തുക്കൾ സ്വതന്ത്രമായി നിൽക്കുന്നു, അതിന് അറിവ് ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അത് ശരിയല്ല. ആ ബോധത്തെ വിട്ടിട്ട് വസ്തുവിനെ ഗ്രഹിക്കുക, അതാർക്ക് കഴിയും? മുമ്പിലിരിക്കുന്ന വസ്തുവിലുള്ള
പ്രകാശത്തെ മാറ്റിയിട്ട് കണ്ണുകൊണ്ട് ആ വസ്തുവിനെ കാണുക. അതിനുള്ള സാമർഥ്യം ആർക്കുമില്ല, ഒരു കണ്ണിനുമില്ല. കണ്ണുകൊണ്ട് അതിനെ ഗ്രഹിക്കണം, പക്ഷെ പ്രകാശത്തെ അതിൽ നിന്ന് മാറ്റുകയും ചെയ്യണം. നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അതിനെ കാണാൻ പറ്റുന്നില്ല, പിന്നെ സങ്കല്പിക്കാനും പറ്റുന്നില്ല. പ്രകാശമില്ലാത്ത ആ വസ്തുവിനെ കണ്ടതായി നമുക്ക് സങ്കല്പിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. കണ്ടുവെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തുവരും? വെളിച്ചവും വസ്തുവും വരും. കാരണം വെളിച്ചത്തോടുകൂടിയേ വസ്തുവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ അന്ധത, അന്ധകാരം, വസ്തുജ്ഞാനമില്ല അവിടെ. അതുപോലെയാണ് ഇവിടെയും. വിഷയത്തെക്കുറിച്ച് ബോധം എന്ന് പറയുക, എന്നിട്ട് അതിൽ നിന്ന് വിഷയത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറഞ്ഞിട്ട് ആ ബോധത്തെ നിരാകരിക്കുക. അതെങ്ങനെ സാധ്യമാകും? പിന്നെ എങ്ങനെ വിഷയബോധം? അങ്ങനെ പറയുന്നതിന് പിന്നെ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതിനെ പിരിക്കാൻ പറ്റുന്നില്ല, വേർതിരിക്കാൻ കഴിയുന്നില്ല. അഭേദമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു എന്താണ് ഇത്? ചിത്തസ്പന്ദനമാണ്. ചിത്തം എന്താണ് അടുത്ത് പറയുക? തുര്യൻ തന്നെ, അസംഗമായ തുര്യൻ തന്നെയാണ്. അവന്റെ സ്പന്ദനമാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും അത് സ്പന്ദിക്കുന്നു. സ്പന്ദിക്കുമ്പോൾ വിഷയവും അറിവും ആ തുര്യനിൽ സ്പന്ദനങ്ങളായി നിലനിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അതാണ് തുര്യനെ തന്മതി എന്ന് പറഞ്ഞത്. ആ തന്മതിയിൽ പ്രകാശിക്കുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞ ദൃഷ്ടാന്തം പോലെ ദർപ്പണത്തിൽ ദൃശ്യങ്ങൾ പ്രകാശിക്കുന്നു. അവിടെ ഒരു വ്യത്യാസമുണ്ട്. ദർപ്പണത്തെയും ദൃശ്യങ്ങളെയും കാണുന്ന ഒരുവൻ, മൂന്നാമനൊരുവൻ വേണം, എന്നാലേ പ്രകാശിക്കും. എന്തുകൊണ്ട്? രണ്ടും ജഡമാണ്. ദൃഷ്ടാന്തം പൂർണ്ണമല്ല. ഇവിടെ അങ്ങനെയല്ല. തുര്യന്റെ സ്പന്ദന രൂപത്തിൽ ജാഗ്രത സ്വപ്നവും നിൽക്കുന്നു. തുര്യൻ അസ്പന്ദമായി നിൽക്കുന്നു സുഷുപ്തി. അവിടെ സ്പന്ദിക്കുന്നില്ല. ആ ജാഗ്രതനെയും സ്വപ്നത്തെയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ് ഇത്? ചിത്തസ്പന്ദനമാണ്. തുര്യൻ എന്നുള്ള പേര് നമുക്ക് ഒഴിവാക്കാം. കാരണം എന്തുകൊണ്ട്? തുര്യൻ അസംഗനാണ്, നിർവികാരനാണ്. നിർവികാരനായിരിക്കുന്ന തുര്യൻ എങ്ങനെ സ്പന്ദിക്കും? സാധ്യമല്ല. നിർവികാരതയിൽ സ്പന്ദനങ്ങളൊന്നും ഉണ്ടാവാൻ വയ്യ. പക്ഷേ എന്തിനും സമാധാനം തരുന്നതാണ് മായ. അപ്പോൾ മായാമയമായി അത് സംഭവിക്കാം. നിർവികാരതയിൽ സ്പന്ദനം സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് എന്താണ്? അതൊരു പരമാർത്ഥമാണ്, സത്യമാണ്. നിർവികാരമായ അസംഗമായ ഒന്നിന് ആ സ്പന്ദനം സംഭവിക്കത്തില്ല. അത് പരമാർത്ഥമാണ്. ആ പരമാർത്ഥത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവിടെ മായയെ കൂടി സ്വീകരിക്കുന്നു. എന്തുവരും? പരമാർത്ഥമല്ലാതെ സംഭവിക്കാമല്ലോ. അതാണ് ജാഗ്രത സ്വപ്നം. അപ്പൊ ജാഗ്രതത്തിനും സ്വപ്നത്തിനും പരമാർത്ഥമല്ലാതെ അസംഗമായിരിക്കുന്നതിൽ സ്പന്ദനം സംഭവിക്കാം. അപ്പൊ പിന്നെ അതിനെന്തിനാ തുര്യനെന്ന് പറയണം? അതുകൊണ്ട് പറയുന്നു ചിത്തമാണ് അവിടെ സ്പന്ദിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ തുര്യനെന്നുള്ള അങ്ങ് മാറ്റി. തുര്യൻ തന്നെ മായാമയനായപ്പോൾ എന്തായി? ചിത്തമായി. അതുകൊണ്ട് പറയുന്നത് എന്താണിത്? ചിത്തസ്പന്ദനമാണ്, മനസ്സ്പന്ദനമാണ് എന്ന് പറയുന്നു. അപ്പോൾ പരമാർത്ഥത്തിൽ തന്നെ അപരമാർത്ഥമായി ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പരമാർത്ഥത്തിൽ പരമാർത്ഥമല്ലാതെ ഇത് സംഭവിക്കുന്നതിനാണ് മായ എന്ന് പറയുന്നത്. അതാണ് മായയും പരമാർത്ഥവും തമ്മിലുള്ള ബന്ധം. അതാണ്. അതുകൊണ്ട് അദ്വൈതത്തിൽ അത് അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. മായയെ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിദ്യയെ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ രണ്ടും ഒന്നാണ്, ഒന്നായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സാധാരണ ധാരണയെ തിരുത്തുകയാണ്. ഘടമതിം പ്രത്യാഖ്യായ
ആ ബോധത്തിൽ നിന്നും, നമ്മുടെ ഈ ബോധത്തിൽ പ്രകാശിക്കുന്ന ഈ വിഷയത്തിൽ നിന്നും ബോധത്തിനെ വേർതിരിക്കുക അത് സാധ്യമല്ല. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന ആത്മാനാത്മവിവേകം അത് നമ്മൾ ധരിച്ചിരിക്കുന്ന തരത്തിൽ സാധ്യമല്ല. നാവേ ഘടം പ്രത്യാഖ്യായ ഘടമതി, മറിച്ച് പറയുകയാണ് ആ വസ്തുവിനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായി അറിവ് നിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. വസ്തുവിനെ ആശ്രയിക്കാതെ ഈ അറിവ് എവിടെ നിൽക്കും? നിൽക്കത്തില്ല. എന്തുകൊണ്ട്? അത് വസ്തുവിന്റെ അറിവാണ്. ഈ അറിവെന്ന് പറയുന്നത് പുസ്തകത്തിന്റെ അറിവാണ്. ഞാൻ പറയുന്നു, ഇതാ ഇത് പുസ്തകം, പുസ്തകത്തെ ഞാൻ അറിയുന്നു, എന്നിൽ പുസ്തകത്തിന്റെ അറിവുണ്ട് എന്ന് പറയുമ്പോൾ എന്റെ ഈ അറിവ് പുസ്തകത്തിന്റെ അറിവായതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ വിട്ടിട്ട് അറിവിൽ നിൽക്കാൻ പറ്റത്തില്ല. അത് അഭേദമായിട്ടേ നിൽക്കത്തുള്ളൂ. അത് ഒന്നിന്റെ തന്നെ പരിണാമമാണ്. ഒന്ന് തന്നെ വിഷയവിഷയീഭാവത്തെ പ്രാപിച്ചാണ്. ഒരേ തുര്യൻ തന്നെ വിഷയവിഷയീഭാവത്തെ പ്രാപിച്ചാണ്. അവിടെ വിഷയമായി പുസ്തകം, വിഷയിയായി പുസ്തകത്തിന്റെ അറിവ് വിഷയിയായി. ഒന്ന് തന്നെ അങ്ങനെ മാറിയതാണ്. ഏകവും അസംഗവുമായിരുന്ന തുര്യൻ തന്നെ രണ്ടായി മാറി. പിന്നെ അത് അനന്തമായി മാറി. അതെങ്ങനെ സംഭവിക്കും? അതിന് സമാധാനം പറഞ്ഞു. അത് മായ, സംവൃതി. ഇവിടെ പറയും, ഇനിയും പറയും, മുമ്പും പറയും, സംവൃത്യ. അതുകൊണ്ടത് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും എന്താണ് നഹി നാപി ഘടം പ്രത്യാഖ്യായ ഘടമതി. വിഷയത്തിൽ നിന്ന് പിരിഞ്ഞ അറിവിന് നിൽക്കാൻ പറ്റത്തില്ല. വിഷയത്തെ തള്ളിക്കളഞ്ഞിട്ട് അറിവിന് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അറിവ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. വിഷയത്തെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരറിവ്. നമ്മൾ പ്രതീക്ഷണം അറിവ് ഉണ്ടായി മാറുന്നുണ്ട്. അവിടെയെല്ലാം വിഷയങ്ങളുണ്ടായിരിക്കും. വിഷയശൂന്യമായ അറിവ് അങ്ങനെ ഒന്നില്ല. ഇതിന്റെ സാപേക്ഷത അതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പരസ്പരം ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണെങ്കിൽ അതാണ് പറഞ്ഞു വരുന്നത്. ഇതുകൊണ്ടൊരു കാര്യവും നടക്കത്തില്ല. അന്യോന്യാശ്രമങ്ങളെടുത്തൊരു കാര്യവും നടക്കത്തില്ല. നമ്മൾ ധരിക്കുന്നത് പോലെ ഈ അറിവ് ആ വിഷയത്തെ അറിഞ്ഞു, അല്ലെങ്കിൽ ആ വിഷയം അറിവിനെ പ്രകാശിപ്പിച്ചു എന്നെല്ലാം ധരിക്കുന്നത് അസംബന്ധമാണ്. മറിച്ച് ഈ അറിവിനെയും വിഷയത്തെയും പ്രകാശിപ്പിക്കുന്നു ഒരറിവുണ്ട്. പുറമേ ഇരിക്കുന്ന ഈ വസ്തുവിനെയും ആ പ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്ന ഒരറിവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അതുപോലെ നിരന്തരം അറിവിനെയും വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു ഒന്നുണ്ട്. അതാണ് തുര്യൻ. അതിനാണ് ഇവിടെ തന്മതേനൈവ ഗൃഹ്യതേ, തന്മതി എന്ന് പറയുന്നതാണ്. മതം എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഇതിന്റെ ആത്യന്തികമായ സമാധാനം ഇതാണ്. ഈ അറിവും വിഷയങ്ങളും അല്ലെങ്കിൽ ഈ ജാഗ്രത സ്വപ്നവും ഒരു മഹാമതിയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിലിതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അസംഗമാണ്, പൂർണ്ണമാണ്. എന്നാലും അതിലിതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സംഭവിക്കാൻ പാടില്ലാത്തതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ തസ്മിൻ തദ്ബുദ്ധി ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ അതിന് അധ്യാസം എന്ന് പറഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ഇതിന് മായ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞിട്ടിവിടെ എന്താണ് ഇവിടെ തുര്യനെന്ന് പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട പ്രത്യേക ഒരു കാര്യം,
ഇത് ഒരു മതി ഇത് പ്രകാശിക്കുകയാണ്. പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അറിവും വിഷയവും ഒന്നിൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്, അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു? നമ്മളിപ്പോൾ പറയുന്നതിന് ജാഗ്രത എന്ന് പറയും. ഈ അനുഭവത്തിൽ നമ്മൾ പറയും ജാഗ്രത. അപ്പോൾ ജാഗ്രതത്തിൽ ഈ അറിവും പരസ്പര ആശ്രിതമായിരിക്കുന്ന അറിവും വിഷയവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞു അത് ഒന്ന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. രണ്ടും ദുർബലമാണ്. അന്യോന്യ ദൃശ്യം ഇതരേതര ഗമ്യം എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അത് പരസ്പരം പ്രകാശിപ്പിക്കുന്നില്ല, സാപേക്ഷമാണ്. ഇതിനെ പ്രകാശിപ്പിക്കുന്ന ഒന്നുണ്ട്. അപ്പൊ ഇപ്പോ ഈ അറിവും വിഷയങ്ങളും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനെ പ്രകാശിപ്പിക്കുന്ന അത് ഇപ്പോഴും ഉണ്ടായിരിക്കും ജാഗ്രത, എന്നാലേ ഇത് പ്രകാശിക്കത്തുള്ളൂ. അതിനാണ് സ്വയം പ്രകാശിക്കുന്ന അറിവെന്ന് പറയുന്നത്. ആ സ്വയം പ്രകാശിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അറിവ് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നു എന്നെല്ലാം നമ്മൾ പറയുന്നു. അത് ഈ ജാഗ്രതത്തിലും ഉണ്ടായിരിക്കും. ജാഗ്രതത്തിലും അതാണ് ഈ വിഷയങ്ങളെയും അറിവിനെയും നിലനിർത്തുന്ന അതാണ്. അത് തന്നെയാണ് തുര്യനെന്ന് പറയുന്നത്. അപ്പോൾ തുര്യനെന്ന് പറയുന്നത് ആണ് ഈ ജാഗ്രതത്തിന്റെ ആധാരം അല്ലെങ്കിൽ അധിഷ്ഠാനം. അതാണ് തുര്യനെന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ പറഞ്ഞു തുര്യനെന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥം എടുക്കരുത്, നാലാമത്തതെന്നുള്ള അർത്ഥമാണ്. തുര്യൻ തന്നെയാണ് ഇവിടെ ജാഗ്രതത്തിൽ ഇതിനെ നിലനിർത്തിയിരിക്കുന്നത്. ജാഗ്രത പ്രപഞ്ചത്തിൽ, ജാഗ്രത പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ജാഗ്രത അനുഭവങ്ങളും ജാഗ്രത വിഷയങ്ങളും ചേർന്ന പ്രപഞ്ചത്തെ നിലനിർത്തുന്നതാണ് തുര്യൻ. ഇവിടെ ഇപ്പോൾ ഉള്ളതാണ്, വാസ്തവത്തിൽ നിലനിൽക്കുന്നതാണ് തുര്യൻ. സ്വപ്നത്തിനും അതുപോലെ വാസ്തവത്തിൽ നിലനിൽക്കുന്നതാണ് തുര്യൻ. സുഷുപ്തിയിലും അങ്ങനെ, അവിടെ വാസ്തവത്തിൽ നിലനിൽക്കുന്നതാണ് തുര്യൻ. എന്നാൽ അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ നിന്നല്ല അതിനൊരു വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി ഇതെല്ലാം നമുക്ക് കൈവിട്ടു പോകും. സുഷുപ്തൻ ഒരിക്കലും കൈവിടുന്ന, ഈ തുര്യൻ കൈവിടുന്നവനല്ല. ഈ മൂന്നിൽ നിന്നും അത് വിലക്ഷണനാണ്. വിലക്ഷണൻ, അതുകൊണ്ടാണ് അതിനെ നാലാമത്തവൻ എന്ന് വിളിക്കുന്നത്. ചില ചോദിക്കും, അതിവിടെയുമുണ്ട്, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുണ്ടെങ്കിൽ പിന്നെ നാലാമത്തവൻ എന്നതിന് പറയണം. നാലാമത്തവനെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാലാമത്തതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ജാഗ്രതത്തിൽ നമുക്ക് ഇരിക്കാൻ കഴിയുന്നു, സ്വപ്നത്തിൽ കഴിയുന്നുണ്ടോ? ആഗ്രഹിച്ചാൽ. സുഷുപ്തിയിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അത് കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ മൂന്നവസ്ഥയിൽ നിന്നും വിലക്ഷണമായിരിക്കുന്ന വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടിയത് എന്നുള്ള അർത്ഥത്തിലാണ് നാലാമത്തത്. അതുകൊണ്ടാണ് അതിനെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ മൂന്നിനെ അവസ്ഥയെന്ന് പറയുന്നതാണ്. അല്ലാതെ നമ്മൾ സാധാരണ ധരിക്കുന്നത് പോലെ ജാഗ്രതത്തിലില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല. ജാഗ്രതത്തിൽ നിലനിൽക്കാത്തതെന്നല്ല, ജാഗ്രതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് തുര്യൻ. അത് ജാഗ്രതത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്വപ്നത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. സ്വപ്നത്തിനുണ്ടായാലേ പറ്റും. സുഷുപ്തിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. എന്നാൽ മൂന്നിൽ നിന്നും വ്യത്യസ്തവുമാണ്. അതുകൊണ്ട് അത് നാലാമത്തതായി. അതാണ് തുര്യൻ, നാലാമത്തവൻ എന്ന് പറയുന്നത്. അതാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് മായാമയമായി സ്പന്ദിക്കുമ്പോൾ ജാഗ്രത സ്വപ്നങ്ങൾ, അസ്പന്ദമായിരിക്കുമ്പോൾ സുഷുപ്തി.
സ്പന്ദിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതും ആപേക്ഷികമാണ്. നിരപേക്ഷമായ നിലയിൽ അതിനെ നമ്മൾ സുഷുപ്തനെന്നും പറയുന്നില്ല, അതുകൊണ്ട് തുര്യനെന്ന് പറയുന്നു. അതിനെ സുഷുപ്തനോടും താരതമ്യം ചെയ്യണ്ട, കാരണം അതും മാറിപ്പോകുന്നതാണല്ലോ. അവിടെ നമുക്കിരിക്കാൻ പറ്റുന്നില്ല. അവിടെ അജ്ഞാനമുണ്ടെന്നോ വാസന ഉണ്ടെന്നോ ഇല്ലെന്നോ എന്തൊക്കെ വിവാദങ്ങൾ നടത്തിയാലും ശരി, അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അവിടെ നമുക്ക് മുക്തരാകാൻ പറ്റുന്നില്ല. എന്നാൽ കാര്യങ്ങൾ എളുപ്പമായി. അതുകൊണ്ട് പറയുന്നു എന്താണ്, നാലാമത്തവൻ തുര്യൻ. അതുതന്നെയാണ് ഇതിന്റെ ആധാരമായിരിക്കുന്നത്. അതിൽ ഇത് നിലനിൽക്കുന്നു. ഇന്ദ്രജാലത്തിലെ ദൃശ്യങ്ങൾക്ക്, ആനയ്ക്കും കുതിരയ്ക്കും എല്ലാം ആ ഇന്ദ്രജാലക്കാരൻ എങ്ങനെയാണോ ആധാരമായിരിക്കുന്നത്, അത് അവന്റെ സൃഷ്ടിയാണല്ല. അതുപോലെ തുര്യൻ ഇതിനെ നിലനിർത്തുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് തുര്യന്റെ സൃഷ്ടിയാണ്. അപ്പൊ സൃഷ്ടി എന്ന് പറയുമ്പോൾ ആ തുര്യന്റെ വിശേഷങ്ങളോടൊന്നും അത് പൊരുത്തപ്പെടത്തില്ല. അസംഗത, നിർവികാരത. അതുകൊണ്ടവിടെ തുര്യൻ എന്നുള്ള ശബ്ദം വിട്ടിട്ട് പറയുന്നു ചിത്തം, മനസ്സ് എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള നമ്മുടെ അനുഭവത്തിന്റെ ഈ തലം, പരമാർത്ഥത്തിന്റെ തലം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറഞ്ഞത്. നഹി ഘടമതിം പ്രത്യാഖ്യായ ഘടോ ഗൃഹ്യതേ നഹി ഘടം പ്രത്യാഖ്യായ ഘടമതി നഹി തത്ര പ്രമാണ പ്രമേയ ഭേദഃ ശക്യതേ കൽപ്പയിതും ഇത്യഭിപ്രായഃ. നമ്മൾ സാധാരണ നമ്മുടെ ഈ അനുഭവത്തെ ജാഗ്രത അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന തത്വചിന്തകൾ എല്ലാം അസംബന്ധമാണെന്നാണ് ഇവിടെ പറയുന്നത്. കേവലം ജാഗ്രത അനുഭവത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കൽപ്പനകൾ, തത്ര നഹി തത്ര, ഈ ജാഗ്രതത്തിലെ പ്രമാണപ്രമേയ ഭേദ. ജാഗ്രത എന്ന് പറയുന്നത് എന്താണ്? ഇത്രയേ ഉള്ളൂ, ജ്ഞാനവും വിഷയവും. അതാണ് ജാഗ്രത. നമുക്കിവിടെ കുറെ അറിവുണ്ടാകുന്നു, നമ്മുടെ മുമ്പിൽ കുറെ വിഷയങ്ങളുണ്ട്. ബാക്കി സർവവും അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. അറിവിനെ തുടർന്ന് വരുന്ന ഇച്ഛ, ക്രിയ, വ്യവഹാരങ്ങളെല്ലാം ഈ രണ്ടിലും അന്തർഭവിച്ചു. സർവത്ര അറിവും വിഷയങ്ങളുമാണ്, സർവവും കർമ്മവും എല്ലാം. ഇവിടെ നമ്മൾ പ്രമാണ പ്രമേയ ഭേദം കൽപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ഇത് വസ്തുവാണ്, ഈ വസ്തുവിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു, ഇന്ന അറിവുകൊണ്ടറിഞ്ഞു, അതിന് ഇന്ന ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചു, ഇത് പ്രമാണമാണ്. എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം പ്രമേയമാണ്, ഇതിനെ ഞാൻ കണ്ണുകൊണ്ടറിഞ്ഞു, അതുകൊണ്ടിത് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അറിഞ്ഞു. ഇങ്ങനെ പ്രമാണ പ്രമേയ ഭേദങ്ങളിലൂടെ ഇതിന് നമ്മൾ ഭേദം കൽപ്പിക്കുകയാണ്. ഇത് അറിവ് വേറെയാണ്, വിഷയം വേറെയാണ്. ഇങ്ങനെ അറിവിനും വിഷയത്തിനും ഭേദം കൽപ്പിക്കുന്നു. ഇത് ശരിയല്ലെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇത് ഒന്നാണ്, ഒന്ന് തന്നെ സ്പന്ദിച്ചിരിക്കുന്നതാണ്. അതിന് പറയുമല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് പ്രസിദ്ധമായ ഉദാഹരണം. ഒരേ സ്വർണം തന്നെ പല ആഭരണങ്ങളായിരിക്കുന്നു. പക്ഷെ എത്ര പറഞ്ഞാലും നമുക്ക് അതിനെ വെവ്വേറെ അറിയാൻ കഴിയുന്നത്. ഒന്നായി അറിയാൻ, ഒന്നാണെന്നറിയാം, എന്നാലും ഒന്നായി അറിയാൻ കഴിയുന്നില്ല. നമുക്കറിയാം വളയും കമ്മലും മോതിരവും എല്ലാം സ്വർണമാണെന്നറിയാം. പക്ഷേ അതിൽ അഭേദബുദ്ധി വരുന്നു. നമ്മൾ ഒരിക്കലും വളയെ കമ്മലെന്ന് പറയാൻ കഴിയുന്നില്ല, കമ്മലിനെ വളയെന്ന് പറയാൻ കഴിയുന്നില്ല. ഈ ഭേദത്തിന് കാരണമായിരിക്കുന്നത് എന്താണ്? വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. കാരണമായിരിക്കുന്നത് എന്താണ്? അവിടുത്തെ ആ നാമവും രൂപവുമാണ്.
അത് നമുക്കറിയാം. ഈ നാമവും രൂപവും സത്യമല്ല, ഇത് കാണുന്ന ഈ ആകൃതി സത്യമല്ല, ഇത് ഏത് രീതിയും ഏതാകൃതിയും ഇത് സ്വീകരിക്കാം, ഈ പേരിനും സ്ഥായിത്വമില്ല, ഏത് പേര് സ്വീകരിക്കാം. ഇതൊക്കെ അറിഞ്ഞാലും ശരി, നമുക്കൊരിക്കലും അവിടെ തത്വചിന്ത ചെയ്യുന്നവന് പോലും അവിടെ അഭേദ ബുദ്ധി വരത്തില്ല. വേറിട്ട് അതിനെ ഗ്രഹിക്കാൻ കഴിയും. വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാലും വേറിട്ട് ഗ്രഹിക്കാൻ പറ്റും. കാരണം അവിടെ ആ തത്വദൃഷ്ടിയല്ല, മറിച്ച് നമ്മളെ പ്രബലമായി സ്വാധീനിക്കുന്ന എന്താണ്? ആ നാമരൂപങ്ങളാണ്. ആ നാമരൂപങ്ങളിലൂടെ നമുക്കത് വിഷയമാകുന്നു. അതുപോലെ ഇവിടെ നമ്മൾ കൽപ്പിക്കുന്ന ഈ പ്രമാണ പ്രമേയ ഭേദങ്ങൾ, ഇതൊന്നും പരമാർത്ഥമല്ല. ഇതറിവ്, ഈ അറിവിലൂടെ ഇതിനെങ്ങനെ പ്രത്യക്ഷമായി അറിഞ്ഞു, അത് പ്രമേയമായി, അനുമാനത്തിലൂടെ അറിഞ്ഞു, അപ്പോൾ അവിടുത്തെ വിഷയം പ്രമേയമായി, ഉപമാനത്തിലൂടെ, ശബ്ദത്തിലൂടെ, അർത്ഥാപത്തിയിലൂടെ, അഭാവത്തിലൂടെ, ഏത് വേണോ പറയാം. ഒരുപാട് പ്രമാണങ്ങൾ പറയാം. പ്രമാണങ്ങളുടെ തന്നെ എണ്ണം എത്രയാണെന്ന് നിർണ്ണയിക്കാൻ പ്രയാസമാണ്. അങ്ങനെ അറിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പ്രമാണ പ്രമേയ ഭേദത്തെ കൽപ്പിക്കുന്നു. ഭേദത്തെ കൽപ്പിക്കുക മാത്രമല്ല, ഈ ഭേദം സത്യമാണെന്ന് കരുതുന്നു. ഏകമായ ഒന്നിൽ ഈ ഭേദങ്ങൾ കൽപ്പിക്കുകയും ആ ഭേദങ്ങളെല്ലാം പരമാർത്ഥമാണെന്ന് കരുതുകയും ചെയ്യുന്നത് അസംബന്ധമാണ്. നഹി തത്ര, ഈ അനുഭവങ്ങളിൽ, ജ്ഞാന വിഷയങ്ങളിൽ, ജ്ഞാനത്തിലും വിഷയത്തിലും പ്രമാണപ്രമേയ ഭേദ ശക്യതേ കൽപ്പയിതും. അവിടെ ഈ പ്രമാണപ്രമേയ ഭേദങ്ങളെ പരമാർത്ഥമായി കൽപ്പിക്കുന്നത് ശരിയല്ല, അസാധ്യവുമല്ല. ഇത്യഭിപ്രായ. അതുകൊണ്ട് ഈ ഭാഗം, ഇവിടെ പറഞ്ഞ ഭാഗം ശരിക്കും ഗ്രഹിക്കേണ്ടതാണ്, മനനം ചെയ്യേണ്ടതാണ് എന്നർത്ഥം. വാസ്തവത്തിൽ ഇത് മനനം ചെയ്തവർ ഗ്രഹിക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ അങ്ങനെയുണ്ടെന്നാണ് നമ്മൾ മനനം ചെയ്ത് ഗ്രഹിക്കേണ്ടത്. ചില കാര്യങ്ങൾ അങ്ങനെയല്ല, നമ്മൾ ഗ്രഹിച്ചിട്ട് പിന്നെ മനനം ചെയ്യും. ഇവിടെ മനനം ചെയ്തതിനു ശേഷം ഗ്രഹിക്കേണ്ട കാര്യമാണ്. ആചാര്യന്മാരുടെ, ഗുരുക്കന്മാരുടെ വാക്കുകൾ എപ്പോഴാണോ നമ്മൾ നിരപേക്ഷമായി ഗ്രഹിക്കുന്നത്, അപ്പോൾ മാത്രമേ അതിലെ സത്യം നമുക്ക് പ്രകാശിക്കത്തുള്ളൂ. അതിന് നിരപേക്ഷമായൊരു ബുദ്ധി വേണം, എന്നാലേ പറ്റും. ബുദ്ധിമാനെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നിരപേക്ഷമായ ബുദ്ധി എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ അവർ ഉപദേശിക്കുന്നത് അതേ രീതിയിൽ ഉള്ളിൽ പ്രതിഫലിക്കണം. അതിനുള്ള ഒരു ശേഷി ആ ബുദ്ധിക്കുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്പമായ അറിവും നമ്മുടെ ക്ഷുദ്രമായ സംസ്കാരവും അതിനോട് കൂട്ടിച്ചേർത്ത് അതിനെ പരിവർത്തനപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കണം. ശ്രവണം മാത്രമേ തന്നെ ഗ്രഹിക്കാൻ കഴിയും, ചിന്തിക്കാതെ തന്നെ ഗ്രഹിക്കാൻ കഴിയും. എന്നാലേ അത് പൂർണ്ണമായി പ്രകാശിക്കത്തുള്ളൂ. നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. നമ്മൾ ശ്രവിക്കും, പിന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ശ്രവണം വ്യക്തമാകത്തില്ല, ചിന്ത കാടുകയറും. അതങ്ങനെയല്ല. നിരപേക്ഷമായി ഗ്രഹിക്കുമ്പോൾ എന്താണോ അവിടെ പിന്നെ ചിന്തയുടെ ആവശ്യമില്ല. യഥാ ഉപദേശം തഥാ പ്രജ്ഞ. എങ്ങനെയാണോ ഉപദേശം അതുപോലെ ആയിരിക്കും പ്രജ്ഞ. ഇതങ്ങനെയല്ല. ഉപദേശം ഒരു തരത്തിലായിരിക്കും, നമ്മുടെ ചിന്ത വേറെ തരത്തിലായിരിക്കും, പ്രജ്ഞ മറ്റൊരു തരത്തിലാവും. ഉപദേശത്തിൽ നിന്ന് നമ്മൾ അകന്നു. പിന്നെ അതിനുള്ള ഒരു ഉപായം എന്ന് പറയുന്നത് പിന്നെ മനനം തന്നെ. ശരിയായ വഴിയിലേക്ക് വരാൻ വേണ്ടി പിന്നെ മനനം ചെയ്യുക. നമ്മളൊരു വഴിയാത്ര ചെയ്യുന്നു,
ഹിമാലയത്തിലേക്ക് പോകുന്നു, വഴി തെറ്റിപ്പോയി, മാറിപ്പോയി, പിന്നെ ശരിയായ വഴിയിലേക്ക് വരാൻ വേണ്ടി പിന്നെ ഒരു യാത്ര, തെറ്റിയ സ്ഥലത്ത് നിന്ന് അവസാനം ശരിയായ വഴി വന്ന് വീണ്ടും മുമ്പോട്ട് പോകും. ഇതങ്ങനെയല്ല. വഴി തെറ്റുന്നു, ശരിയായ നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഗ്രഹിക്കുന്നു. അപ്പൊ അവിടെ മുൻധാരണകൾക്കും മറ്റ് സംസ്കാരങ്ങൾക്കൊന്നും നമ്മുടെ അറിവിനെ സ്വാധീനിക്കാൻ അവസരം കൊടുക്കുന്നില്ല. അവിടെ ഗ്രഹണം അത് മാത്രമേ നടക്കുന്നുള്ളൂ, അത് മാത്രമേ നടക്കാൻ പാടുള്ളൂ, മറ്റൊന്നും അവിടെ നടക്കരുത്. അതിന് കഴിയാതെ വരുമ്പോൾ പിന്നെ മനനത്തെയും മറ്റും ആശ്രയിക്കും. അതുകൊണ്ടാണ് പലയിടത്തും നമുക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നത്. ഗ്രഹിക്കുക, അത് മാത്രം സംഭവിക്കുക. നമ്മുടെ മനസ്സതിന് മാത്രം സന്നദ്ധമായിരുന്നാൽ എന്താണ് അവിടെ ഗുരു ഉപദേശിച്ചത് അതേപടി തന്നെ ഇവിടെ പതിയും. ഹിതത്ര പ്രമാണ പ്രമേയ ഭേദ സഖ്യതേ കൽപ്പയിതും ഇത്യഭിപ്രായ. അതുകൊണ്ട് ഈ ജാഗ്രസ്വപ്ന അനുഭവങ്ങളിൽ ഈ അനുഭവങ്ങൾ വളരെ നിലനിർത്തുന്ന അറിവ്, അതിനാണ് ഇവിടെ പ്രാധാന്യം. അല്ലാതെ ഈ അനുഭവങ്ങൾക്കല്ല. ഈ അനുഭവത്തിൽ നമുക്ക് പ്രമാണ പ്രമേയങ്ങളെല്ലാം കൽപ്പിക്കാം, പക്ഷെ അതുകൊണ്ട് പരമാർത്ഥത്തിൽ ഭേദത്തെ കൽപ്പിക്കാൻ പാടില്ല. ഇവിടെ എല്ലാം അഭേദമായി വരണം. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഭേദം അനുഭവപ്പെടുന്നിടത്തും പരമാർത്ഥത്തിൽ അഭേദമാണ് എന്ന് ധരിക്കുക. എന്തുകൊണ്ട്? ഇത് ഒന്നിന്റെ സ്പന്ദനമാണ്. അതുകൊണ്ട് ഇവിടെ ഭേദം നിലനിൽക്കില്ല, അഭേദമേ നിലനിൽക്കുള്ളൂ. അപ്പോ തുര്യൻ ഏകനാണ്, അദ്വൈതനാണ് എന്ന് മാത്രമല്ല പറയുന്നത്. ഇനി തുര്യനെ വിട്ടിട്ട് ജാഗ്രത സ്വപ്നത്തിലേക്ക് വന്നാലും അവിടെയും ഏകവും അഭേദവുമാണെന്നാണ് എടുത്ത് പറയുന്നത്. അല്ലാതെ ഇവിടെ ഭേദം അവിടെ അഭേദവും എന്നുള്ളതല്ല. ഇവിടെയും അഭേദം തന്നെയാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും അഭേദം തന്നെയാണ്. അങ്ങനെ വരാൻ വഴിയുള്ളൂ. കാരണം അതാണ് അദ്വൈതം, ഒന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ ഒരിടത്ത് അദ്വൈതവും മറ്റൊരിടത്ത് ദ്വൈതവും വരുന്നത്? അതുകൊണ്ടാണ് അജാതവാദത്തിൽ വ്യാവഹാരികമായ അങ്ങനെ ഒന്നിനെ അംഗീകരിക്കുന്നില്ല. ഒന്ന് പരമാർത്ഥം, മറ്റൊന്ന് പ്രതീതി, രണ്ടേ ഉള്ളൂ. വ്യവഹാരത്തെ അംഗീകരിക്കുമ്പോൾ നമുക്കവിടെ ഭേദത്തെ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് പരമാർത്ഥവും അതിനുള്ള പ്രതീതി. ആ പ്രതീതിയാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തി. പരമാർത്ഥമാണ് ആ പ്രതീതിയെ നിലനിർത്തുന്നത്. ഈ രണ്ട് കാര്യങ്ങളെയാണ്. അപ്പോൾ ആ പരമാർത്ഥത്തിൽ നിന്നുകൊണ്ട് ഈ പ്രതീതികളെ അനുഭവിക്കുക, അതാണ് അദ്വൈതി ചെയ്യുന്നത്. അയാൾ പരമാർത്ഥത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പരമാർത്ഥമായി നിൽക്കുന്നു, അവിടെ ഈ പ്രതീതികളെ അനുഭവിക്കുന്നു. ആ പരമാർത്ഥത്തിലൂടെ പ്രതീതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരമാർത്ഥത്തിൽ അതാണ് നേരത്തെ വിവേകി എന്ന് പറയുന്നത്. ആ വിവേകത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് ഇവിടെ വിവേകി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉഭേഹ്യന്യോന്യ ദൃശ്യേത്തേ കിം തതസ്തീതി നോച്യതേ ലക്ഷണാശൂന്യമുഭയം തന്മതേനൈവ ഗൃഹ്യതേ.